പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ നമ്മുടെ യൂണിറ്റിൻ്റെ പേരതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സുകൾ, ഏതൊക്കെ ടാക്സുകളിൽ നിന്നാണ് ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്നത്, അതേപോലെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും ഇത് ഓരോന്നും പിരിച്ചെടുക്കുന്ന ടാക്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ, ടാക്സ് അല്ലാത്ത, നികുതി അല്ലാത്ത മറ്റ് വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഗവൺമെന്റിന് വരുമാന സ്രോതസ്സുകൾ നികുതിയുണ്ട്, നികുതി അല്ലാത്തതുണ്ട്. അപ്പൊ നികുതികളാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റ് ടാക്സും അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സും അതിൽ GST ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ടാക്സ് മാറ്റിവെച്ചാൽ, നികുതികൾ മാറ്റിവെച്ചാൽ പിന്നെ എന്താണ് നോൺ ടാക്സ് റവന്യൂ? എന്തൊക്കെയാണ് സർക്കാരിന് കിട്ടുന്ന നികുതിയേതര വരുമാന സ്രോതസ്സുകൾ, നോൺ ടാക്സ് റവന്യൂ സോഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് ഇനി ഈ ചാപ്റ്ററിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, സർക്കാരിന്റെ നികുതിയേതര വരുമാന സ്രോതസ്സുകൾ, നികുതിയല്ലാത്ത മറ്റ് വരുമാന സ്രോതസ്സുകൾ നോക്കാം. ഏറ്റവും ആദ്യം ഫീസ്. ഓക്കെ, ഫീസ് എന്ന് കാണാം. അതേപോലെ നമുക്ക് ആ പോയിന്റുകൾ മാത്രം ആദ്യം നോക്കാം. ഫീസ്, അതേപോലെ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, ഫൈനുകളും പെനാൽറ്റികളും, അതേപോലെ ഗ്രാന്റുകൾ, അതേപോലെ ഇൻട്രസ്റ്റ്, പലിശ, അതേപോലെ പ്രോഫിറ്റ്, ലാഭം. ഓക്കെ, അപ്പോൾ 5 പോയിന്റ് അല്ലെ, 5 പോയിന്റ്. ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഗ്രാന്റ്സ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഈ 5 പോയിന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ആൻസർ ആയിട്ട് പഠിക്കേണ്ടത്. സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ, സർക്കാരിന്റെ നികുതിയേതര വരുമാന സ്രോതസ്സുകൾ, നികുതിയല്ലാത്ത മറ്റു വരുമാന സ്രോതസ്സുകൾ. അപ്പൊ ഇത് ഓരോന്നും എന്താന്ന് നമുക്ക് ഇവിടെ നോക്കാം. അത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ തന്നെ വലതുഭാഗത്ത് അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. എനിവേ, നമുക്ക് നോക്കാം. ഫീസ്. Fees is the reward collected for government services. License fees, registration fees, tuition fees, etc. are examples. എന്താണ് ഫീസ്? ഇപ്പൊ സർക്കാർ ഒരുപാട് സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പല സ്ഥാപനങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഈടാക്കുന്നതാണ് എന്ത്? ഫീസ്. ഉദാഹരണത്തിന് ഇപ്പോൾ വാഹനത്തിൻ്റെയൊക്കെ ലൈസൻസോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആവശ്യമായ ലൈസൻസോ സർക്കാർ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ ഫീസ് നമ്മൾ പകരമായിട്ട് ഓരോന്നിനും ഓരോ തരത്തിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലൈസൻസ് ഫീസ് ഉദാഹരണമാണ്. അതേപോലെ രജിസ്ട്രേഷൻ ഫീസ്, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, ഭൂമിയുടെ രജിസ്ട്രേഷൻ, കെട്ടിടത്തിന്റെ രജിസ്ട്രേഷൻ, അല്ലെ? അപ്പൊ എല്ലാത്തിന്റെയും രജിസ്ട്രേഷൻ ഫീസ് എന്ന രൂപത്തിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസ്, സർക്കാരിന്റെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവും, പ്രൊഫഷണൽ ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ. അവിടെയൊക്കെ ട്യൂഷൻ ഫീ എന്ന രൂപത്തിലും ചെറിയൊരു ഫീ നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫീസ് ഒക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാ? സർക്കാരിന്റെ സേവനങ്ങൾക്ക് നമ്മൾ പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ്. സോ ഫീസ് സർക്കാരിന്റെ ടാക്സ് അല്ലാത്ത നോൺ ടാക്സ് റവന്യൂവിൽ പെട്ട ഒന്നാണ് ഇത് ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. അതും നമുക്ക് പരിചയമുള്ളതാണ്. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ആർ പണിഷ്മെന്റ്സ് ഫോർ വയലേറ്റിംഗ് ദി ലോസ്. അതായത് നിയമങ്ങളൊക്കെ തെറ്റിക്കുമ്പോൾ, നിയമങ്ങളൊക്കെ ലംഘിക്കുമ്പോൾ അതിന് ഉള്ള ഒരു ശിക്ഷ എന്ന രൂപത്തിൽ നമ്മൾ നൽകുന്നതാണ് എന്ത്? ഫൈനുകളും പെനാൽറ്റികളും. ഇപ്പോൾ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ചില ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാവും. ആ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇരുചക്ര വാഹനം ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പൊ നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ നമ്മളവിടെ പോലീസ് കൈ കാണിച്ച് നിർത്തി നമുക്ക് ഫൈൻ എഴുതുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ കാർ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് ധരിക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. വാഹനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ ലംഘിക്കുമ്പോൾ അതിനുള്ള ഒരു ശിക്ഷ എന്ന രൂപത്തിൽ നമുക്ക് ഫൈനുകളും പെനാൽറ്റികളും കിട്ടുന്നുണ്ട്. അപ്പൊ അതും സർക്കാരിന്റെ വരുമാനം തന്നെയാണ്. പിന്നെ ഗ്രാന്റ്സ്. ഗ്രാന്റ്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക സഹായമാണ്, ഗ്രാന്റ് നൽകുക എന്നുള്ള അർത്ഥം. നോക്കാം. ഗ്രാന്റ്സ് ആർ ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡഡ് ബൈ വൺ ഗവൺമെന്റ് or organization for meeting a specific objective. ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത്
ഗ്രാൻസ് ആർ ഫിനാൻഷ്യൽ എയ്ഡ്, സാമ്പത്തിക സഹായമാണ്, പ്രൊവൈഡഡ് ബൈ വൺ ഗവൺമെന്റ് ഓർ ഓർഗനൈസേഷൻ ഫോർ മീറ്റിംഗ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അതായത് ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാപനം സർക്കാരിന് നൽകുന്ന, ഓക്കെ, സ്ഥാപനം എന്ന് പറയുമ്പോൾ ബാങ്കുകളാവാം, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാവാം, ഒക്കെ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു സർക്കാരോ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാന്റുകൾ, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഗ്രാന്റ്സ് ആർ പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്. ഇപ്പൊ കേന്ദ്ര ഫണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റുകൾ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? സാമ്പത്തിക സഹായം നൽകാറുണ്ട്. അതേപോലെ സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യാറുണ്ട്? സംസ്ഥാന ഗവൺമെന്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, അതായത് പഞ്ചായത്തുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക സഹായം നൽകാറുണ്ടാവും പല പദ്ധതികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സർക്കാർ മറ്റൊരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ബാങ്കുകളോ മറ്റോ അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഒരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളെയാണ് നമ്മൾ ഗ്രാന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതും സർക്കാരിന്റെ എന്താണ്? ഒരു നോൺ ടാക്സ് റവന്യൂ സോഴ്സ് ആണ്. അപ്പൊ ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഗ്രാന്റ്സ്. പിന്നെ ഇൻട്രസ്റ്റ്, പലിശ. എപ്പോഴാ പലിശ കിട്ടുക? നമുക്കറിയാം എപ്പോഴാ പലിശ കിട്ടുക എന്നുള്ളത്. അതന്നെ ഇവിടെ ഗവൺമെന്റിന്റെ പേരിൽ മാറ്റി പറഞ്ഞാൽ ആൻസർ ആയി. ഗവൺമെന്റ് റിസീവ് ഇൻട്രസ്റ്റ് ഫോർ ലോൺസ് ഗിവൺ ടു വേരിയസ് എന്റർപ്രൈസസ്, ഏജൻസീസ് ആൻഡ് കൺട്രീസ്. അതായത് സർക്കാർ വിവിധ സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ ഏജൻസികൾക്കോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അതേപോലെ രാജ്യങ്ങൾക്കൊക്കെ പലപ്പോഴും വായ്പകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നൽകിയിട്ടുള്ള വായ്പക്ക് തിരിച്ചെന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടും. ഓക്കെ, ഗവൺമെന്റ് റിസീവ് ഇൻട്രസ്റ്റ് ഫോർ ലോൺസ് ഗിവൺ ടു വേരിയസ് എന്റർപ്രൈസസ്, ഏജൻസീസ് ആൻഡ് കൺട്രീസ്. പല രാജ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അങ്ങനെയുള്ള സംഘടനകൾക്കൊക്കെ നൽകിയിട്ടുള്ള തുകയ്ക്ക് സർക്കാരിന് തിരിച്ചെന്ത് കിട്ടുന്നു? പലിശ കിട്ടുന്നു. അപ്പൊ അതും സർക്കാരിന്റെ ഒരു വരുമാനമാണ്. ദെൻ ലാസ്റ്റ് വൺ, പ്രോഫിറ്റ്, ലാഭം. അതും നമുക്കറിയാം. ഒരു വ്യക്തിക്ക് എപ്പോഴാണ് ലാഭം കിട്ടുക? ഒരു കച്ചവടത്തിൽ ഇല്ല, കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ ലാഭം ഉണ്ടാവും. അതേപോലെ സർക്കാരിന് കിട്ടുന്ന വരുമാനം, പ്രോഫിറ്റ്, നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഈസ് ദ നെറ്റ് ഇൻകം റിസീവ്ഡ് ഫ്രം ദി എന്റർപ്രൈസസ് ഓപ്പറേറ്റഡ് ബൈ ദി ഗവൺമെന്റ്. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ഫ്രം ഇന്ത്യൻ റെയിൽവേ. അതായത് സർക്കാർ റൺ ചെയ്യുന്ന, സർക്കാർ നടത്തുന്ന ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവും, സ്ഥാപനങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എന്ത്? ലാഭം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നു, പ്രോഫിറ്റ് ഫ്രം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അത് സർക്കാർ സ്ഥാപനമാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സർക്കാരിന്റെ പ്രോഫിറ്റ് ആണ്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KSCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് സർക്കാരിന്റെ പ്രോഫിറ്റ് ആണ്. അതേപോലെ KSRTC നമുക്ക് വരുമാനമുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ചെലവുണ്ട്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റൂല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? അതും സർക്കാരിന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. അപ്പൊ സർക്കാർ റൺ ചെയ്യുന്ന, ഗവൺമെന്റ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഗ്രാന്റ്സ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഫീസ്, ദീസ് ആർ ദി മേജർ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, ഇതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന സ്രോതസ്സുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി when public income is insufficient to meet the expenditure, governments resort to borrowing. ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ, അതായത് ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അയാളുടെ ചെലവ് കഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ, ചെലവ് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ വായ്പകൾ വാങ്ങും, ലോൺ എടുക്കും. ഒരു സർക്കാരിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. When public income is insufficient to meet the expenditure, governments resort to borrowing. സർക്കാരിന്റെ വരുമാനം കൊണ്ട് ചെലവുകൾ പൂർണ്ണമായിട്ടും നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സർക്കാരും എന്ത് ചെയ്യും? കടം വാങ്ങാൻ തുടങ്ങും. ഓക്കെ, പൊതുവരുമാനം ആവശ്യത്തിന് തികയാണ്ട് വരികയാണെങ്കിൽ സർക്കാരുകൾ കടം വാങ്ങാറുണ്ട്. അപ്പോ അങ്ങനെ സർക്കാർ വാങ്ങുന്ന കടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സർക്കാരിന്റെ കടമാണ്, ഗവൺമെന്റിന്റെ കടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പബ്ലിക് ഡെറ്റ്, പൊതു കടം എന്ന് നമ്മൾ പറയും. പൊതു കടം, ഗവൺമെന്റിന്റെ കടമാണ് പൊതു കടം, പബ്ലിക് ഡെറ്റ്. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ വേണമല്ലോ. എന്താ ഡെഫിനിഷൻ? ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. പബ്ലിക് ഡെറ്റ്സ് ആർ ലോൺസ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റുകൾ അഥവാ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് എന്ത്? പൊതു കടം എന്ന് പറയുന്നത്, പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എവിടെ നിന്നൊക്കെ വാങ്ങും? ലോൺസ് ആർ അവൈൽഡ് ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി കൺട്രി. രാജ്യത്തിന് അകത്തുനിന്നും കടം വാങ്ങാറുണ്ട്, രാജ്യത്തിന് പുറത്തുനിന്നും കടം വാങ്ങാറുണ്ട്.
അതിന് നമുക്ക് എന്ത് വിളിക്കാം? രാജ്യത്തിനകത്തുനിന്ന് വാങ്ങുന്ന കടാണെങ്കിൽ ഇന്റേണൽ ഡെറ്റ് എന്നും പുറത്തുനിന്ന് വാങ്ങുന്ന കടാണെങ്കിൽ എക്സ്റ്റേണൽ ഡെറ്റ് എന്നും നമുക്കതിനെ വിളിക്കാം. ഓക്കെ, ആഭ്യന്തര കടം അതേപോലെ വിദേശ കടം. അതൊന്നുകൂടി ഇവിടെ താഴെ എടുത്ത് പറയാണ്, ഇന്റേണൽ ഡെറ്റ്, ആഭ്യന്തര കടം. എന്താണ് ഇന്റേണൽ ഡെറ്റ്? ഇന്റേണൽ ഡെറ്റ്സ് are the loans availed by the government from individuals and institutions within the country. അതായത് ഒരു രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ സർക്കാർ വായ്പ വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള വായ്പകളാണ് ആഭ്യന്തര കടം, ഇന്റേണൽ ഡെറ്റ്. ഒരു രാജ്യത്തിനകത്തു നിന്നാണ് വാങ്ങുന്നത്. അടുത്തത് അപ്പം എന്തായിരിക്കും? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറയുമ്പോൾ അഥവാ വിദേശ കടം എന്ന് പറയുമ്പോൾ അതെന്താ? അത് രാജ്യത്തിന് പുറത്തുനിന്നായിരിക്കും. External debts are the loans availed from the foreign governments and international institutions. മറ്റു രാജ്യങ്ങളിൽ നിന്നോ അതേപോലെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഉണ്ടാവും, വേൾഡ് ബാങ്ക് പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ നമ്മൾ കടങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഡെറ്റ്. ഓക്കെ, അപ്പൊ പബ്ലിക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കടം. പബ്ലിക് ഡെറ്റ്സ് ആർ ലോൺസ് ടേക്കൻ ബൈ ദി ഗവൺമെന്റ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ ഡെറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഡെറ്റ് ഉണ്ട്. അത് ആ പേര് തന്നെ മനസ്സിലാക്കാം. രാജ്യത്തിന്റെ അകത്തുനിന്ന് വാങ്ങുന്ന കടം ഇന്റേണൽ ഡെറ്റും പുറത്തുനിന്ന് വാങ്ങുന്നത് എക്സ്റ്റേണൽ ഡെറ്റുമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. പിന്നെ ഒരു ടേബിൾ, രാജ്യത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് ഡെറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദി ടേബിൾ ഷോസ് ദി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെറ്റ് of India from 2012-13 to 17-18. 2012-13 മുതൽ 17-18 വരെയുള്ള വർഷങ്ങളിലെ ഇന്ത്യയുടെ കടം, ഓക്കെ, പൊതു കടം കാണിക്കുന്ന ഒരു ടേബിൾ ആണ്. അവിടെ ഇന്റേണൽ ആദ്യത്തെ കോളത്തിൽ ഇയർ, പിന്നെ ഇന്റേണൽ ഡെറ്റ്, എക്സ്റ്റേണൽ ഡെറ്റ്, ടോട്ടൽ ഡെറ്റ്, ഓക്കെ റുപ്പീസ് ഇൻ ക്രോർ ആണ്. കോടിയിൽ എത്ര കോടി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ടേബിൾ നോക്കുന്നതിന് മുമ്പ് താഴെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന്റെ ആൻസർ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താം. അതായിരിക്കും ഒന്നുകൂടി എളുപ്പം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൗ മച്ച് ഡിഡ് പബ്ലിക് ഡെറ്റ് ഇൻക്രീസ് ഇൻ 2017-18 കമ്പയർഡ് ടു 2012-13? 2012-13 വർഷത്തെ അപേക്ഷിച്ച് 17-18 ആയപ്പോൾ പൊതുകടം എത്രത്തോളം കൂടി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് 12-13 ഇയർ ആ വർഷത്തെ അപേക്ഷിച്ച് 17-18 വർഷമായപ്പോ എത്രത്തോളം ഏത് കൂടി? ടോട്ടൽ ഡെറ്റ് അല്ലെ, പൊതുകടം, ആകെയുള്ള മൊത്തം കടം എത്ര കൂടി, എത്രത്തോളം കൂടി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2017-18 വർഷത്തെ പൊതുകടം എത്രയെന്ന് നോക്കുക. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റുപ്പീസ് ഇൻ ക്രോർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ടാവും അത്? റുപ്പീസ് ഇൻ ക്രോർ ആവുമ്പോ പിന്നെ ഇവിടെ എത്രയാ? 66 lakh സംതിങ് ആണ് അല്ലെ. 66,36,3,924 ലക്ഷം അല്ലെ. 66 ഓക്കെ അത്രയാണ്. 66 ലക്ഷത്തിലധികം കോടിയാണ്. 66 ലക്ഷം കോടിയോളം ഏകദേശം റൗണ്ട് ചെയ്ത് പറയുമ്പോൾ. അപ്പോൾ അതാണ് 2017-18 കടം. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? 2012-13 ഈ ഒരു കടത്തെ നമ്മൾ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അത്രത്തോളം വ്യത്യാസം വന്നു. ഏകദേശം എത്ര വരും നമുക്ക്? ഏകദേശം 26 ലക്ഷത്തിലധികം വരും. 26,78,000 കാൽക്കുലേറ്ററിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പേപ്പറിൽ വെച്ചോ എഴുതുകയാണെങ്കിൽ നമുക്ക് ആൻസർ ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. അത് എക്സാമിന് ചോദിക്കുന്ന ആൻസർ ഒന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് ആൻസർ എന്ത് വരും? ആൻസർ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതുന്നുണ്ട്. ഓക്കെ, 26,78,921 കോടി രൂപ. അത്രയും എന്തായി? നമ്മുടെ കടം വർദ്ധിച്ചു. 2012-13 വർഷത്തുനിന്ന് 2017-18 ആയപ്പോഴേക്കും അത്രത്തോളം വർധനവുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ നമ്മുടെ രാജ്യത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്ത ടേബിൾ ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് വരാറില്ല സാധാരണഗതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങളത് പിന്നെ ഇതൊക്കെ എങ്ങനെയാ പഠിക്കുക എന്നുള്ളൊരു ടെൻഷനും കാര്യമൊന്നും വേണ്ട. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി അറൈവ്ഡ് at while comparing internal debt with external debt? ഈ ടേബിളിൽ നിന്ന് പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഘടകവും അതേപോലെ വിദേശ ഘടകവും നമ്മൾ രണ്ടും നോക്കുമ്പോൾ എന്ത് പിന്നെ ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തുന്നത്?
അപ്പൊ നോക്കാം നമുക്ക്. ആദ്യത്തെ കോളത്തിലാണ് ഇന്റേണൽ ഡെറ്റ്, രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഡെറ്റ് ആണ്. ആദ്യത്തേത് നോക്കിയാൽ മനസ്സിലാവും, ആദ്യത്തേതും രണ്ടാമത്തും ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാണ്, അത് കൂടിക്കൂടി വരികയാണ്. ഇന്റേണൽ ഡെറ്റ് കൂടിക്കൂടി വരികയാണ്, എക്സ്റ്റേണൽ ഡെറ്റും അതേപോലെ തന്നെ കൂടിക്കൂടി വരികയാണ്. രണ്ടിലും എന്തില്ല, വലിയ മാറ്റങ്ങളില്ല, രണ്ടും കൂടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത്? ഇന്റേണൽ ഡെറ്റ് ആണ് അല്ലെ. ഇന്റേണൽ ഡെറ്റ് എക്സ്റ്റേണൽ ഡെറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്റേണൽ ഡെറ്റ്, നമ്മുടെ ആഭ്യന്തര കടമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്. 61 ലക്ഷം കോടി, ഏകദേശം 62 ലക്ഷം കോടിയോളം രൂപ, 61.8 അല്ലേ. അപ്പോൾ 61 ലക്ഷം കോടിയോളം രൂപയാണ് എന്ത്, നമ്മുടെ ആഭ്യന്തര കടം. അതേപോലെ വിദേശ കടം എക്സ്റ്റേണൽ ഡെറ്റ് എത്രയാ, 4 ലക്ഷം അല്ലെ, 4 ലക്ഷമാണ്, 4,23,000 സംതിങ്, അത്രയും കോടി രൂപയാണ് നമ്മുടെ വിദേശ കടം ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ എക്സ്റ്റേണൽ ഡെറ്റിനേക്കാളും കൂടുതൽ ഇന്റേണൽ ഡെറ്റ് ആണ് എന്ന ഒരു കൺക്ലൂഷൻ നമുക്ക് ഇത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ആഭ്യന്തര കടമാണ് കൂടുതൽ. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ അല്ല. റീസൺസ് ഫോർ ദി ഇൻക്രീസ് ഇൻ ഇന്ത്യസ് പബ്ലിക് ഡെറ്റ് ആർ ഗിവൺ ബിലോ. നമ്മുടെ രാജ്യത്തിന്റെ പൊതുകടം ഇങ്ങനെ വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ പറയാണ്. എന്തൊക്കെയാ കാരണങ്ങൾ? ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഒന്നാമത്തെ കാരണം അതാണ്. ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്. ഓക്കെ, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും അതിർത്തി സംരക്ഷണത്തിനും സൈനികരുടെ ക്ഷേമത്തിനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിനിയോഗിക്കുന്നുണ്ട്. അത് രണ്ട് അതിർത്തി രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുമ്പോൾ ആ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വീണ്ടും വർദ്ധിക്കും. അപ്പൊ അത് നമ്മുടെ രാജ്യത്തിന്റെ കടം കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതേപോലെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ജനസംഖ്യാ വർധനവ്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, റോഡുകളും പാലങ്ങളും അങ്ങനെയുള്ള, അതുപോലെ മറ്റ് വെൽഫെയർ സ്കീമുകളൊക്കെ, ഒരുപാട് സ്കോളർഷിപ്പുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ എന്താണ്, കൂടുതൽ ചെലവാണ്. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ വികസന ചെലവുകൾ, നേരത്തെ പറഞ്ഞ റോഡ്, ആശുപത്രി, സ്കൂളുകൾ, ഇതൊക്കെ വികസന ചെലവുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്താ, അതൊക്കെ സർക്കാരിന്റെ ചെലവ് കൂടാനുള്ള കാരണങ്ങളാണ്. അതേപോലെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇലക്ഷന്റെ കാലഘട്ടമാണ്. അപ്പോൾ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷനും ഒരുപാട് പണം ഗവൺമെന്റ്, സർക്കാർ എന്ത് ചെയ്യണം, ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വേണമെങ്കിൽ ഇവിടെ പിന്നെ ഒരു പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പബ്ലിക് ഡെറ്റ്, പൊതു കടം കൂടാനുള്ള പ്രധാന കാരണങ്ങൾ. ഓക്കെ, ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തൽ നിർബന്ധമുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഒരു രസത്തിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് കണ്ടെത്താം. എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ദി ആനുവൽ പെർ ക്യാപിറ്റ ഡെറ്റ് ഓഫ് ഇന്ത്യ. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർ ക്യാപിറ്റ ഇൻകം. എന്താ പെർ ക്യാപിറ്റ ഇൻകം? നമ്മുടെ നാഷണൽ ഇൻകത്തെ രാജ്യത്തുള്ള മൊത്തം ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിക്കും എത്ര ശമ്പളമുണ്ട്, എത്ര വരുമാനമുണ്ട് നമുക്ക് കിട്ടും. ആളോഹരി വരുമാനം അല്ലേ? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി. നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഇൻകം കിട്ടും, ഓരോ വ്യക്തിയുടെയും വരുമാനം കിട്ടും. അതേപോലെ ഓരോ വ്യക്തിക്കും എത്ര കടമുണ്ട് എന്ന് നോക്കാനാ പറയുന്നത്. പെർ ക്യാപിറ്റ ഡെറ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ മൊത്തം കടം, രാജ്യത്തിന്റെ മൊത്തം കടത്തെ രാജ്യത്തെ മൊത്തം ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഡെറ്റ് കിട്ടും. നമ്മുടെയൊക്കെ തലയിൽ എത്രത്തോളം കടബാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരത്തെ കൊടുത്ത ടേബിളിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു കണക്ക് അവിടെ ചെയ്തു നോക്കാവുന്നതാണ്. നമുക്കൊക്കെ ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും എത്രത്തോളം കടമുണ്ട് എന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ പബ്ലിക് ഡെറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പബ്ലിക് ഫിനാൻസ് ആണ്. പബ്ലിക് ഫിനാൻസ് എന്താണ്? പബ്ലിക് ഫിനാൻസ് പൊതു ധനകാര്യം എന്ന് മലയാളത്തിൽ പറയാം. പൊതു ധനകാര്യം എന്താണ് പബ്ലിക് ഫിനാൻസ്? നമുക്ക് നോക്കാം. Public finance is the branch of economics that relates to public income, public expenditure and public debt. ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദ്യം വരുന്ന സാധനമാണ്. എന്താണ് പബ്ലിക് ഫിനാൻസ്, പൊതുധനകാര്യം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് റിലേറ്റ്സ് ടു പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെറ്റ്. അതായത് ഈ പബ്ലിക് ഇൻകം, അതായത് സർക്കാരിന്റെ പൊതുവരുമാനം, പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതു ചെലവ്, പബ്ലിക് ഡെറ്റ് പൊതു കടം, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖ, ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര ശാഖ. അതാണ് എന്ത്?
പൊതു ധനകാര്യം, പബ്ലിക് ഫിനാൻസ്. ഒന്നുകൂടി നോക്കാം. പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ പരാമർശിക്കുന്ന എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ്, ഇതിനെപ്പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖ, അതിന് വിളിക്കുന്ന പേരാണ് പബ്ലിക് ഫിനാൻസ്. ഓക്കെ, പബ്ലിക് ഫിനാൻസ് ഈസ് പ്രസന്റഡ് ത്രൂ ദി ബജറ്റ്. ബജറ്റിലൂടെയാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം എന്താ ബജറ്റ് എന്നുള്ളത്. ബജറ്റിലൂടെയാണ് എന്ത് ചെയ്യുക, ഈ പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് സാധാരണഗതിയിൽ പ്രതിപാദിക്കുക, പ്രസന്റ് ചെയ്യുന്നത് ബജറ്റിലൂടെയാണ്. അപ്പൊ എന്താ ബജറ്റ്? അതാണ് താഴെ പറയുന്നത്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത കാര്യമാണ് നിങ്ങൾ പബ്ലിക് ഫിനാൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ബജറ്റിലൂടെയാണ് പബ്ലിക് ഫിനാൻസ് പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയണല്ലോ എന്താണ് ബജറ്റ്, എങ്ങനെയൊക്കെയാണ് ബജറ്റ്. ബജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ബജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതൊരു ധനകാര്യ രേഖയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എന്താ കാണിക്കുന്നത്? ഷോയിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഒരു രാജ്യം പ്രതീക്ഷിക്കുന്ന വരവും പ്രതീക്ഷിക്കുന്ന ചെലവും. ഓക്കെ, ഒരു വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണ്, നമ്മുടെ വരവ് എത്രയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഷോയിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ വിശദമാക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ രൂപത്തിലായിരിക്കും. ഇന്ത്യയിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ? April 1 to March 31 ആണ്. April 1 മുതൽ March 31 വരെയാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ എപ്പോഴാണ്? April 1-നാണ്, April 1-നാണ്, March 31 വരെ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക്, ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവ് എത്രയാണ്, സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഈ ബജറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 ടൈപ്പാക്കി തിരിക്കാം. ഓക്കെ, ബജറ്റ് 3 തരത്തിലുള്ള ബജറ്റുകൾ. അത് ഇന്ത്യയിലല്ല, അത് വേൾഡ് വൈഡ് ആണ്, ലോകത്തെമ്പാടും. ഓക്കെ, ലോകം മുഴുവനായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ബജറ്റ് പ്രധാനമായിട്ടും 3 തരം ബജറ്റുകളാണുള്ളത്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഏതൊക്കെയാ 3 തരം ബജറ്റുകൾ? നമുക്ക് നോക്കാം. When income and expenditure are equal, it is called a balanced budget. ഒന്നാമത്തെ ഇതാണ്, ബാലൻസ്ഡ് ബജറ്റ് ആണ്. എന്താ പ്രത്യേകത? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ, അതായത് വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് ബാലൻസ്ഡ് ബജറ്റ്, സന്തുലിത ബജറ്റ്. ഓക്കെ, ചില കുടുംബം അങ്ങനെ ആയിരിക്കും, അവർക്ക് കിട്ടുന്ന മൊത്തം വരുമാനം, ഒരു ഫാമിലിന്റെ മൊത്തം ഇൻകം എത്രയാണോ അവരുടെ ചെലവും അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അതങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകും. ചില കുടുംബങ്ങളാണെങ്കിൽ വരുമാനം വളരെ കൂടുതൽ ഉണ്ടാവും, ചെലവ് വളരെ കുറവായിരിക്കും, അപ്പൊ കുറെ സേവിങ്സ് ഉണ്ടാവും. ചില കുടുംബമാണെങ്കിലോ വരുമാനം കുറവും ചെലവ് വളരെ 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 15,000 രൂപ ചെലവ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ 3 ബജറ്റുകളും. ഓക്കെ, ഒന്നാമത്തത് ബാലൻസ്ഡ് ആണ്, വരവും ചെലവും തുല്യാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. വെൻ ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് കോൾഡ് സർപ്ലസ് ബജറ്റ്. അതായത് വരുമാനം കൂടുതലും ചെലവ് കുറവുമുള്ള ബജറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സർപ്ലസ് ബജറ്റ്. സർപ്ലസ് ബജറ്റ് അഥവാ മിച്ച ബജറ്റ് എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, അവിടെ വരുമാനം കൂടുതലാണ്, ചെലവ് കുറവാണ്, അപ്പൊ സർപ്ലസ് ഉണ്ടാവും. ഓക്കെ, സർപ്ലസ് ബജറ്റ് ഓർ മിച്ച ബജറ്റ്. ഇനി when expenditure is more than income it is called deficit budget. അതായത് ചെലവ് കൂടുതലും വരുമാനം കുറവും, അല്ലെങ്കിൽ വരവിനേക്കാളും കൂടുതൽ ചെലവാണെങ്കിൽ, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ എങ്കിൽ, ഓക്കെ, ഇൻകം അല്ല എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ എങ്കിൽ അങ്ങനെയുള്ള ബജറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ് ബജറ്റ് അല്ലെങ്കിൽ കമ്മി ബജറ്റ് എന്നാണ് പറയാ. അപ്പൊ ബജറ്റ്സ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? മാർക്ക് ചെയ്യുകയാണെങ്കിൽ, പേര് മാത്രം മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തേത് ബാലൻസ്ഡ് ബജറ്റ്, രണ്ടാമത്തേത് സർപ്ലസ് ബജറ്റ്, മൂന്നാമത്തേത് ഡെഫിസിറ്റ് ബജറ്റ്. ഓക്കെ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട 3 ടേംസ് ആണ്. ലെറ്റ്സ് എക്സാമിൻ ദി മേജർ ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യസ് 2017-18 ബജറ്റ്. 2017-18 വർഷത്തിലെ ഇന്ത്യയുടെ ബജറ്റിലുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്.
എന്തൊക്കെയായിരുന്നു പ്രധാന ചെലവ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, എക്സ്പെൻഡിച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നോക്കാം, അതും എത്രയാ, കോടിയിലാണ് കാണിക്കുക അല്ലെ, ക്രോഴ്സിലാണ് കാണിക്കുന്നത്. ഏറ്റവും ഉയർന്ന എമൗണ്ട് ഇവിടെ കാണുന്ന എത്രയാ, ഈ എമൗണ്ട് ആണ് അല്ലെ, എത്രയാ അത് 5,30,000 സംതിങ് അല്ലെ. ഓക്കെ, 5,38,000 സംതിങ് ആണ്. അത് എന്തിനാ വേണ്ടിയിട്ടുള്ളതാണ്? ഇൻട്രസ്റ്റ് ആൻഡ് റീപേയ്മെന്റ്, അതായത് പലിശയും തിരിച്ചടവും. സർക്കാർ പല സ്ഥാപനങ്ങളിൽ നിന്നും, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പല സ്ഥലത്തു നിന്നും കടം വാങ്ങിയിട്ടുണ്ടാവും ഗവൺമെന്റ്. അപ്പോൾ ആ വാങ്ങിയ കടത്തിന്റെ തിരിച്ചടവും അതിന്റെ പലിശയൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചെലവായിട്ട് 2017-18 ആ ഒരു ബജറ്റിൽ നമ്മൾ കാണുന്നത്. തൊട്ട് താഴെ ഏതാ? തൊട്ട് താഴെയുള്ളത് ഡിഫൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രതിരോധം, ആയുധങ്ങൾ വാങ്ങാനും സൈനിക കാര്യങ്ങൾക്കും അതിർത്തി സംരക്ഷണത്തിനും യുദ്ധോപകരണങ്ങൾ വാങ്ങാനും മിസൈലുകൾ വാങ്ങാനും അങ്ങനെയൊക്കെയുള്ള ചെലവുകളാണ് തൊട്ട് താഴെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓരോന്നിനും നമ്മൾ ഓരോ മേഖലക്കും നമ്മൾ ചെലവാക്കിയിട്ടുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് സർക്കാരിന്റെ തന്നെ കണക്കാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പരിശോധിച്ച് പോയാൽ ഓരോ സെക്ഷനും ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എത്ര കോടി രൂപ ചെലവഴിച്ചു, ഏറ്റവും കൂടുതൽ ഏതിനാണ്, ഏറ്റവും കുറവ് ഏതിനാന്നൊക്കെ നമുക്ക് ഇവിടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് വിടാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള 3 ബജറ്റുകളാണ്, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദി ഡയഗ്രാം റിലേറ്റഡ് ടു ദി മേജർ ഇൻകം സോഴ്സസ് ഓഫ് ദി സെൻട്രൽ ബജറ്റ് 2017-18. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഇത് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്, 2017-18 ബജറ്റിലെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി 2017-18 ഗവൺമെന്റിന്റെ റവന്യൂ, വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ 2 ചിത്രങ്ങൾ കാണാം. ആദ്യത്തെ ചിത്രം കാണിക്കുന്നത് ടാക്സ് റവന്യൂ ആണ്, രണ്ടാമത്തെ ചിത്രം കാണിക്കുന്നത് നോൺ ടാക്സ് റവന്യൂ ആണ്. നമ്മൾ പഠിച്ചല്ലോ, ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ 2 ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ പിന്നെ ഓരോരോ നിറത്തിലായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ നിറം എന്തിനു സൂചിപ്പിക്കുന്നു എന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഏറ്റവും ചെറിയ ഏറ്റവും താഴെയുള്ള ഈ അതർ ടാക്സ്, അത് അല്ലെ ചെറിയ ലൈറ്റ് ബ്ലൂ ആണ്. അപ്പൊ ഇവിടെ അതർ ടാക്സ് എത്ര പെർസെന്റേജ് അതിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും മുകളിൽ കോർപ്പറേറ്റ് ടാക്സ് ഒരു ഡാർക്ക് ബ്ലൂവിൽ കാണുന്നുണ്ട്. അത് ഇവിടെ ഏറ്റവും വലിയ പോർഷൻ അതാണ് അല്ലെ. അപ്പൊ അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ആൻസർ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താം. ഒന്നാമത്തത്, ഫൈൻഡ് ഔട്ട് ദി ഫോളോവിങ് ആഫ്റ്റർ ഒബ്സർവിംഗ് ദി ഡയഗ്രാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം വിച്ച് ഐറ്റം ഡസ് ദി സെൻട്രൽ ഗവൺമെന്റ് റിസീവ് മാക്സിമം ടാക്സ് റവന്യൂ? സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിൽ അഥവാ നികുതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതെന്നാണെന്നാണ്. ഓക്കെ, ടാക്സ് റവന്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രമല്ല, ഒന്നാമത്തെ ചിത്രമാണ് ഈ ടാക്സ് റവന്യൂ. ചോദ്യം എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് ഏത് ഇനത്തിൽ നിന്നാണെന്നാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രത്തിൽ ഈ ഒരു ഡയഗ്രത്തിൽ ഏറ്റവും കൂടുതൽ കളർ, ഏറ്റവും കൂടുതൽ പോർഷൻ നമ്മൾ കാണുന്ന ഏതാണ്? ഈ ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് അല്ലെ, ഈ ഒരു ഭാഗമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് എന്ത് ടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഈ ഡാർക്ക് ബ്ലൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കോർപ്പറേറ്റ് ടാക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് ഏതിനത്തിൽ നിന്നാണ്? ഫ്രം കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. കോർപ്പറേറ്റ് ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് ആയിട്ട് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ടാക്സ് എന്നാണ്. പിന്നെ അടുത്ത ചോദ്യം, which is the source of non-tax revenue that yields maximum income to the central government? കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന നോൺ ടാക്സ് റവന്യൂ ഏതാണ്? നികുതിയേതര പിന്നെ വരുമാന മാർഗം ഏതാണ്? രണ്ടാമത്തെ ചിത്രം നോൺ ടാക്സ് റവന്യൂ. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏതാ ആൻസർ. ഇതാ ഈ ഒരു ഓറഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗമാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലെ. അത് എത്രയാ? ഇവിടെ കൊടുത്ത ഡിജിറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. അപ്പൊ ആ ഓറഞ്ച് എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന നോൺ ടാക്സ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഏതിന്റെ ഭാഗത്തു നിന്നാണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, സർക്കാരിന് ലാഭങ്ങളാണ് അഥവാ സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനമാണ് ഏറ്റവും കൂടുതൽ നോൺ ടാക്സ് റവന്യൂ ഇനത്തിൽ സർക്കാരിന് കിട്ടുന്ന വരുമാനം. ഇനി which source yields more income to the central government, tax revenue or non tax revenue? ഓക്കെ, അതായത് പിന്നെ ടാക്സ് റവന്യൂ ആണോ അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ ആണോ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ വരുമാനം നൽകുന്നത്? ഓക്കെ, ടാക്സ് റവന്യൂ ആണോ അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ ആണോ
കൂടുതൽ പിന്നെ വരുമാനം ഗവൺമെന്റിന് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഈ ചിത്രം നോക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ കാണാതെ നേരത്തെ പഠിച്ച കാര്യമാണ്. സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഏതാ? അത് ടാക്സ് റവന്യൂ ആണ്, നികുതി വരുമാനമാണ്. സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഓരോ ഡിജിറ്റ്സും എന്ത് ചെയ്യാം, കൂട്ടി നോക്കുക. എന്നിട്ട് താഴെയുള്ള ഈ ഡിജിറ്റ്സ് കൂട്ടി നോക്കുക, ഏതാണ് കൂടുതൽ എന്ന് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. ആൻസർ എന്തായിരിക്കും? ആൻസർ ടാക്സ് റവന്യൂ എന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അത് ടാക്സ് റവന്യൂ ആണ്, എന്തല്ല, നോൺ ടാക്സ് റവന്യൂ അല്ല. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗം ഫിസ്ക്കൽ പോളിസി. വളരെ പെട്ടെന്ന് നമ്മൾ പറയാണ് ധനനയം എന്ന് പറയാം. സർക്കാരിന്റെ ധനനയം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട നയം, ഫിസ്ക്കൽ പോളിസി. അപ്പൊ എന്താണ് ഫിസ്ക്കൽ പോളിസി? ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഫിസ്ക്കൽ പോളിസി, government's policy regarding public revenue, public expenditure and public debt is called fiscal policy. ആൻസർ കിട്ടി, ഇത്രയേ ഉള്ളൂ. എന്താണ്? സർക്കാരിന്റെ നയമാണ് അല്ലെ, ഗവൺമെന്റ്സ് പോളിസി റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെറ്റ് ഈസ് കോൾഡ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ, അതായത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ആൻഡ് ദീസ് പോളിസീസ് ആർ ഇംപ്ലിമെന്റഡ് ത്രൂ ദി ബജറ്റ്. ഇത് നടപ്പിലാക്കുന്നത് എങ്ങനെയാ? നേരത്തെ പറഞ്ഞതുപോലെ ബജറ്റിലൂടെയാണ് ഈ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളൊക്കെ അവർ നടപ്പിലാക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ബജറ്റിലൂടെയാണ് ഈ ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസി ഇൻഫ്ലുവൻസസ് എ കൺട്രീസ് പ്രോഗ്രസ്. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്ത് വേണം? ഫിസ്ക്കൽ പോളിസി വേണം. സ്പെല്ലിംഗ് തെറ്റിപ്പോയത്, ഫിസിക്കൽ പോളിസി അല്ല, ഫിസ്ക്കൽ. ഫിസ്ക്കൽ എന്ന് പറയുമ്പോൾ സാമ്പത്തിക നയമാണ്, ധനനയമാണ്. ഓക്കെ, ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്, ഫിസിക്കൽ അല്ല, ഭൗതികമല്ല. സോ ഫിസ്ക്കൽ പോളിസി ഇൻഫ്ലുവൻസസ് എ കൺട്രീസ് പ്രോഗ്രസ്. ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ അത് സഹായിക്കുന്നുണ്ട്. എ സൗണ്ട് ഫിസ്ക്കൽ പോളിസി ഹെൽപ്സ് ഇൻ നറിഷിംഗ് ദി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആൻഡ് ടു അറ്റൈൻ ഗ്രോത്ത്. എ സൗണ്ട് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു മികച്ച ധനനയം ഉണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന് ഒരു നല്ല മികവുള്ള ഒരു ഫിസ്ക്കൽ പോളിസി ഉണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ എല്ലാ രൂപത്തിലുമുള്ള വളർച്ചയെ, വികസനത്തെ എന്ത് ചെയ്യും? സഹായിക്കും, ത്വരിതപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, നറിഷ് എന്ന് പറയുന്നത് വളർച്ചയെ സഹായിക്കുക എന്നുള്ള അർത്ഥമാണ്. എ സൗണ്ട് ഫിസ്ക്കൽ പോളിസി ഹെൽപ്സ് ഇൻ നറിഷിംഗ് ദി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആൻഡ് ടു അറ്റൈൻ ഗ്രോത്ത്. ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ ഒരു നല്ല ഫിസ്ക്കൽ പോളിസി വേണം. സം ഓഫ് ദി ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി ആർ ഗിവൺ ബിലോ. ഫിസ്ക്കൽ പോളിസിന്റെ ലക്ഷ്യങ്ങൾ: അറ്റൈൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക; ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക; കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ, അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുക. അതേപോലെ നമുക്ക് എന്താ പറയാം? അതേപോലെ നമുക്ക് പറയാൻ പറ്റും ടു അലീവിയേറ്റ് പോവേർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതേപോലെ അറ്റൈൻമെന്റ് ഓഫ് ഓർ അറ്റൈൻ ഇക്കണോമിക് ഇക്വാളിറ്റി, സാമ്പത്തിക സമത്വം ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫിസ്ക്കൽ പോളിസി എങ്ങനെ ഒരു രാജ്യത്തിന്റെ വികസനത്തെ ബാധിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു എക്സാമ്പിൾ സഹിതം താഴെ പറയുന്നു. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദി ഫിസ്ക്കൽ പോളിസി കൺട്രോൾസ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ വിച്ച് അഫക്ട് ഇക്കണോമിക് സെക്യൂരിറ്റി. ഒരു രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാവുകയാണെങ്കിലും ഡിഫ്ലേഷൻ, വില ചുരുക്കം ഉണ്ടാവുകയാണെങ്കിലും അവിടെ ഒരു ഫിസ്ക്കൽ പോളിസി എങ്ങനെയാണ് ഇടപെടുന്നത്? ഇത് രണ്ടും, ഡിഫ്ലേഷനും ഇൻഫ്ലേഷനും, ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് അപകടം, സാമ്പത്തിക മേഖലയ്ക്ക് അപകടമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫിസ്ക്കൽ പോളിസി നിയന്ത്രിക്കുന്നത്? ഉദാഹരണം നോക്കാം. ദി ടാക്സ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ, വിലക്കയറ്റം, സാധനത്തിന്റെ വില വല്ലാണ്ട് കൂടുകയാണെങ്കിൽ അവിടെ ടാക്സ് കൂട്ടുക. ഫിസ്ക്കൽ പോളിസിയിലൂടെ എന്ത് ചെയ്യുന്നു? അവിടെ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നികുതി കൂടുക അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദി പർച്ചേസിംഗ് പവർ ഓഫ് ദി പീപ്പിൾ ഫോൾസ്. ജനങ്ങൾക്ക് സാധനം വാങ്ങാനുള്ള ശേഷി എന്താവും? നഷ്ടാവും. ടാക്സ് കൂടുമ്പോൾ അത്രയും പൈസ സർക്കാരിന് കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ സാധനം വാങ്ങാനുള്ള ശേഷി നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അസ്യൂം ദാറ്റ് ടാക്സ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 10% to 20%. 10% ഉണ്ടായിരുന്ന ടാക്സ് എന്താക്കി? ഇപ്പോ 20% ആക്കി എന്ന് വിചാരിക്കുക. അപ്പോ then for ₹100 the tax to be paid is ₹20 and the consumer can use only ₹80. അപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 20 രൂപ എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് കൊടുക്കണം. 80 രൂപ മാത്രമേ സാധനം വാങ്ങാൻ ഒരു വ്യക്തി, കൺസ്യൂമർക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ when the products cannot be sold in the market, price fall. അപ്പൊ സാധനങ്ങൾ ജനങ്ങൾ വാങ്ങാണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു?
അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുന്നു മാർക്കറ്റിൽ. അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രൈസ് കുറയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നം, ഇൻഫ്ലേഷൻ, വിലക്കയറ്റം എന്നുള്ള പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു അല്ലേ? സാധനത്തിന്റെ വില കുറഞ്ഞു, ജനങ്ങൾ വാങ്ങാണ്ടായപ്പോൾ, ടാക്സ് കൂട്ടിയപ്പോൾ ജനങ്ങൾ സാധനം വാങ്ങാണ്ടായപ്പോൾ അതിന്റെ വില കുറഞ്ഞു. അതേപോലെ തന്നെ സിമിലർലി ടാക്സ് ഈസ് റെഡ്യൂസ്ഡ് അറ്റ് ടൈം ഓഫ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷന്റെ സമയത്തോ, വില ചുരുക്കത്തിന്റെ സമയത്തോ അവിടെ ടാക്സ് എന്ത് ചെയ്യുന്നു? വല്ലാതെ കുറയ്ക്കുന്നു ഗവൺമെന്റ്. അങ്ങനെ വരുമ്പോൾ ദിസ് വിൽ ഇൻക്രീസ് ദി പർച്ചേസിംഗ് പവർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങൾക്ക് കൂടുതൽ സാധനം വാങ്ങാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ സാധനം വാങ്ങുമ്പോൾ, ജനങ്ങൾ വൻതോതിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ആസ് എ റിസൾട്ട് ദി ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് ഇൻക്രീസ്. സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രൈസ് കൂടും. ദിസ് റിസൾട്ട്സ് ഇൻ an increase in the price of the product. പ്രൊഡക്റ്റിന്റെ വില ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. The timely application of fiscal policy helps the government to overcome such situations. Okay, അപ്പൊ ഇത്തരത്തിലുണ്ടാവുന്ന ഡിഫ്ലേഷൻ, ഇൻഫ്ലേഷൻ പോലെയുള്ള സാഹചര്യങ്ങളെയൊക്കെ ഒരു മികച്ച ഫിസിക്കൽ പോളിസിയിലൂടെ, ടൈംലി ആയിട്ടുള്ള ഫിസിക്കൽ പോളിസിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് മറികടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതക്ക്, ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഡിഫ്ലേഷന്റെ സമയത്തും ഇൻഫ്ലേഷന്റെ സമയത്തും ഫിസിക്കൽ പോളിസി എങ്ങനെയാണ് ഗവൺമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നമ്മളിവിടെ ഇതോടൊപ്പം എന്ത് ചെയ്യുന്നു? കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.